നമസ്കാരം. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള സന്നദ്ധതയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നത് ദീർഘവീക്ഷണത്തോടുകൂടി ചെയ്യേണ്ടതാണ്. അഥവാ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടി മാത്രമേ ഏറ്റെടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളാവൂ. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. വ്യവസായം നവീകരിക്കുവാൻ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുന്നതാണ്. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാൻ അനുമതി തേടും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഒരുപക്ഷെ മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് വിദേശ യാത്ര പുറപ്പെടുവാനിടയുണ്ട്. പ്രതിസന്ധികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും തരണം ചെയ്യുവാനുള്ള സാഹചര്യമുണ്ടായിത്തീരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. സഹോദരങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായ സാഹചര്യമുണ്ടായിത്തീരും. ആത്മീയ പ്രഭാഷണങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ഗുണകരമായ രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിലവിലുള്ള ഗൃഹത്തിന് പുറമെ മറ്റൊരു ഗൃഹം വാങ്ങിക്കുവാനായിട്ട് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും. ആതുര സേവനത്തിന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ശുഭഭാവനകൾ യാഥാർത്ഥ്യമാകും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട്. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിടയുണ്ട്. പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തിക പുരോഗതിക്കും യോഗം കാണുന്നു. നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ചതയ നക്ഷത്രക്കാരുടെ ഈ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് പറഞ്ഞത്. നമസ്കാരം.